ഹലോ ഗൈസ്, ഹലോ വി കെ വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ഇൻട്രോ കേട്ടിട്ട് കുറെ വർഷങ്ങളായി അല്ലേ? ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പാണ് നമ്മൾ യു കെയിൽ വന്നത്. അതിനുശേഷം നമ്മൾ വ്ലോഗൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് നാട്ടിൽ പോവാണ്. അതെ, ഈ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഈ നാട്ടിൽ പോകുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നാട്ടില് ഒരാൾക്കും അറിയില്ല. അതെ, ദിസ് ഈസ് ഗോയിങ് ടു ബി എ സർപ്രൈസ് വിസിറ്റ് ലണ്ടൻ ടു കൊച്ചി. അപ്പോ ഒന്നാമത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഫ്കോഴ്സ് നമ്മുടെ പാരന്റ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. 1.5 വർഷം മുമ്പ് കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് നമ്മൾ യു കെയിലേക്ക് വന്നത്. അതിന് ശേഷം നമ്മൾ നാട്ടിൽ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണണം. രണ്ടാമത്തെ വിശേഷം എന്താ എന്താ അവര് വേറെ വല്ലതും വിചാരിക്കും, വേഗം പറ. ഒന്നുമല്ല, നമ്മുടെ വള്ളവനാടിന്റെ ഒറ്റപ്പാലത്തിന്റെ ബിഗ്ഗസ്റ്റ് ഉത്സവം എന്ന് പറയാം നമ്മുടെ ചിനക്കത്തൂർ പൂരം. അപ്പൊ പൂരം കൂടാൻ വേണ്ടി പോവാണ്. എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ നാട് വിടുന്ന വരെ ഏതാണ്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കണ്ടിന്യൂസ്ലി ആയിട്ട് എല്ലാ വർഷവും മിസ് ചെയ്യാതെ കാണുന്ന ഒരു സംഭവമായിരുന്നു പൂരം. അഫ്കോഴ്സ് ഒറ്റപ്പാലത്തുകാർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ചെനക്കത്തൂർ പൂരം. അപ്പോ ഇപ്രാവശ്യം എന്തായാലും വിചാരിച്ചു പൂരം കാണാമെന്ന്. അതുകൊണ്ട് ഒക്ടോബറിലാണ് നമ്മൾ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചത്. അത്രയും മാസങ്ങള്, ദിവസങ്ങള്, കൗണ്ട് ഡൗൺ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫൈനലി നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. അതിനുശേഷമുള്ള സർപ്രൈസ് വിസിറ്റ് ആയിരിക്കും ഈ ഒരു വ്ളോഗില്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് തുടരെ ഞങ്ങൾ ഒരു 10 ദിവസം 10 ദിവസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോകുന്നു. 10 ദിവസത്തിന് വേണ്ടി എല്ലാം ഫാമിലി മൊമെന്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ വ്ളോഗ് എടുക്കുകയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ തണുപ്പ് എനിക്ക് തോന്നുന്നത് ഒരു 10 ഡിഗ്രിയൊക്കെയാണ് യു കെയില്. ഇതിൽ നിന്ന് 40ലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നാട്ടിലെ ചൂടിനെ കുറിച്ചിട്ടുള്ള വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ചൂടാന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളില് അയ്യോ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വിളിച്ചാലും ചൂടാണ് എങ്ങനെയായിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇന്ദു ചൂടൻ തിരിച്ചു വരികയാണ് കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം. അപ്പൊ നമ്മൾ എന്തായാലും ഇനി എയർപോർട്ടിലേക്കുള്ള യാത്രകളും ബാക്കി വിശേഷങ്ങളും ഒക്കെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം സർപ്രൈസ് വിസിറ്റ് എങ്ങനെയാവുന്ന പോലും നമുക്കറിയില്ല. നമ്മൾ നന്നാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. സോ നമുക്ക് എന്തായാലും കാണാം. എന്താണ് ഇപ്പൊ തോന്നുന്നത്? വളരെയധികം സന്തോഷം തോന്നുന്നു. അതെ, കുറെ കാലത്തിന് ശേഷമാണ് എയർപോർട്ടും ഫ്ലൈറ്റ് ഒക്കെ കാണുന്നത് അല്ലെ? അവിടെ ഫ്ലൈറ്റ് ഇതേ പോകുന്നു. അതെ, നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർമാരോട് നമുക്ക് പറയാനുള്ളത് 10 ദിവസത്തിന് വെക്കേഷനിൽ ആരെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വ്ളോഗ് കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിടും ചെയ്ത് അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര നാട്ടിലേക്ക് എത്താനുള്ള ഒരു കൊതിയുണ്ടേ. അതെ, നമ്മള് അബുദാബി വഴിയാണ് പോകുന്നത്. എത്തിഹാദാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇവിടുന്ന് ഒരു ലേ ഓവർ ഉണ്ട്. പക്ഷെ അത് ഇതാന്ന് പറഞ്ഞ് പോവും. അതെ, ഭയങ്കര ഇപ്പോഴും വീട്ടില് ജോലിയിലാണ് അതെ, ഞങ്ങൾ രണ്ടുപേരും ജോലിയിലാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിളിച്ച് ഹായ് ഞാൻ ദേ ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഒരു ക്ലൂ ഇല്ല. ഇപ്പൊ നമ്മള് ലാസ്റ്റ് സീനൊന്നും കാണാൻ കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നായ്മയില്ലായ്മയില്ല. ടൈം ഡിഫറൻസ്, ടൈം സോണിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവര് രാവിലെ എണീക്കുമ്പോഴേക്കും നമ്മള് സംഭവിക്കാൻ മാനേജ്. അതെ,
നമ്മളിപ്പോൾ അബുദാബി ലാൻഡ് ചെയ്തു. ഒരു 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ UAE വരുന്നത്. 1.5 മണിക്കൂറാണ് ഇനിയിപ്പോൾ ഒരു ലേ ഓവർ വരുന്നത് ഇവിടെ. ആൻഡ് നമ്മളൊരു 4.5 മണിക്കൂറിൽ നാട്ടിലെത്തും. നാട്ടിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ്. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടുകാർ നമ്മളെ കാണുമ്പോൾ സർപ്രൈസ് ആവുമോ അതോ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ അറിയാനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ത്വര. ഓക്കെ, അപ്പോൾ ഇനി ഫ്ലൈറ്റിലെ കുറച്ച് ഭാഗങ്ങളും കണ്ടിട്ട് നമുക്ക് സർപ്രൈസിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ ലാൻഡായിട്ടുണ്ട്. ഇനി നേരെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ ഒരു ഊബറോ അല്ലെങ്കിൽ എയർപോർട്ട് ടാക്സി എടുത്തിട്ട് വേണം പോകാൻ. സ്റ്റിൽ വീട്ടുകാർക്കൊരു സംശയമില്ല. ഉറങ്ങിയെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഉണ്ട് എൻ്റെ അമ്മ. അപ്പോൾ ഇല്ല, എന്നെ അവിടെ സമയം 2:30 ആണല്ലോ. അങ്ങനെ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി, പ്രീപെയ്ഡ് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പൊക്കെ തന്ന് ഇനി ആ വണ്ടിക്കാരൻ ചേട്ടനെ നമ്മൾ പോയി മീറ്റ് ചെയ്യുന്നു. നൈസായിട്ട് വീട്ടിൽ വിശക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ പോയിട്ടേ കഴിക്കുന്നുള്ളൂ. വീട്ടിലെത്തി. അപ്പോൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുകയാണ്. എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പലരും കവളിലൊക്കെ നുള്ളി നോക്കുന്നുണ്ട്, സത്യമാണോ നുണയാണോ എന്ന് പറയാൻ. പോവാ ഇതെന്താ കയ്യില് പിന്നോ? മിഠായി? എന്ത് മിഠായി ഇത്? ആര് കൊണ്ടുവന്നതാ? കണ്ണൻ ചേട്ടൻ എന്ത് ചെയ്തിയ? ഇഷ്ടായ? ഏറ്റവും ഇഷ്ടം ആരെയാ? കണ്ണൻ ചേട്ടൻ ആരാ? എവിടെ കണ്ണൻ ചേട്ടൻ? എവിടെ? ഇതാ ഞാനാ കണ്ണൻ ചേട്ടൻ. കണ്ണൻ ചേട്ടൻ്റെ ഉമ്മ വരണപ്പോ. കണ്ണൻ ചേട്ടന്റെ മീശയാണോ താടിയാണോ ഇഷ്ടം? മീശ ഇഷ്ടം. ഏതാ മീശ? എവിടെയാ? അങ്ങനെ നമ്മുടെ സർപ്രൈസ് സീരീസിലെ ഇപ്പോൾ തൃശ്ശൂരിന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ക്ഷീണവും പനിയും. ഇവിടെ എത്താറായപ്പോൾ വിളിച്ചു, അങ്ങനെ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോഴാണ് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിട്ട് കിടപ്പ് തന്നെയാണ്. അപ്പോ അച്ഛനാണെങ്കിൽ പൂരത്തിന്റെ തിരക്ക്, അനിയനവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് അത്ര ഒരു വീഡിയോ എടുക്കും, പക്ഷെ എന്താവുന്നൊന്നും അറിയില്ല. കാരണം അമ്മ രാവിലെ തൊട്ട് കിടപ്പിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലാണ്. ഇന്ന് പൂരാണ്.
അതും ഈ ചൂടുകാലത്ത് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ചിനക്കത്തൂർ പൂരം ആഘോഷിക്കാനും പിന്നെ അഫ്കോഴ്സ് ഫാമിലി മീറ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴി അറിയാം, കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.